വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൺമണി. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കൊച്ചി വെച്ച് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഗാലാനായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഞാൻ ബസ് കയറി കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ കിങ്ങിണി ചേച്ചി നൈനൂട്ടിയും വരും. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. എന്നാൽ ഇനി നേരെ വീട്ടിലേക്ക് പോയാലോ? Come on. കൊച്ചി കല്ലൂരുള്ള ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി പാർട്ടി ആയിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷത്തിലാണ് ഞാനിപ്പം. കാരണം ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റി, അവരുടെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റി. ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്ന കുറച്ച് പ്രോഗ്രാമൊന്നും കാണാൻ പറ്റിയില്ല. രംഗപൂജ അതൊക്കെ ഞങ്ങൾക്ക് മിസ്സായിപ്പോയി. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത്. ഞാനും ചേച്ചി ഒരുപോലത്തെ ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുമായിട്ട് മാച്ച് ആവുന്ന വേറൊരു ഡ്രസ്സ് സെയിം തന്നെയാണ് കേട്ടോ നൈനൂട്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു സിൽവർ കളറിൽ കുറച്ച് ചേഞ്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നാദിരയുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റേഴ്സിനൊക്കെ ഒരു മൊമെൻറ്റോ അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്കും കിട്ടി ഒരു മൊമെൻറ്റോ. ഭയങ്കര പ്രൗഡ് മൊമെൻറ്റിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇൻസ്റ്റ യൂട്യൂബ് ഒക്കെ യൂസ് ചെയ്ത് ഒരുപാട് വീഡിയോ ഇടുമ്പോഴും കുറേ ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ളവർ തന്നെ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, നീ ഈ ജോലിക്കൊന്നും പോവാതെ എന്തിനാണ് ഇങ്ങനെ യൂട്യൂബിലും ഇൻസ്റ്റയിലും വീഡിയോ ഇടുന്നത്? അതുകൊണ്ട് എന്താണ് നിനക്ക് പ്രയോജനം? അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. പറയാനുള്ളതല്ല, കാണിച്ചു കൊടുക്കാനുള്ളത് ഇത് മാത്രമാണ്. എനിക്ക് ഈ ഒരു മൊമെൻറ്റോ എവിടെയോ കിടന്ന് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ എഫേർട്ട് എടുത്ത് വീഡിയോ ഇട്ടിട്ടൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഒരു പക്ഷേ ഞാൻ ജോലിക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് കുറേ കാശ് കിട്ടുമായിരിക്കും, ഞാൻ നല്ല സെറ്റിലാവുമായിരിക്കും. പക്ഷേ ഇതുപോലൊരു ഹാപ്പിനെസ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. എപ്പോഴും ജോലി എന്നുള്ള ഒരിതിൽ നിൽക്കേണ്ടി വരും. പിന്നെ ഒരു DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബിഗ് ബോസ് ഫെയിം ഡെയ്സിയുടെ DJ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളൊക്കെ നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എൻഡ് ചെയ്യുന്നവിടം വരെയും, അതായത് DJ പ്രോഗ്രാം എൻഡ് ചെയ്യുന്നവിടം വരെയും നോൺ സ്റ്റോപ്പായിട്ട് നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് കേട്ടോ നമ്മുടെ നൈനൂട്ടിക്ക് ക്ഷീണമേ ഉണ്ടായിരുന്നില്ല. അവൾ ഫുൾ പവർ പാക്കായിട്ട് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്കൊക്കെ ടയേർഡായി ഞങ്ങൾ മാറി ഇരുന്നപ്പോഴും നോക്കിയപ്പോൾ ഉണ്ട് നൈനൂട്ടി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. എന്തായാലും നൈനൂട്ടി ഫുള്ളി എൻജോയ് ചെയ്തു. ആദ്യം പോയൊരു അവാർഡ് ഫംഗ്ഷന് നൈനൂട്ടി ഇത്രയും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേയൊക്കെ ആയപ്പോൾ അവൾക്ക് തന്നെ ബോറടിച്ചായിരുന്നു. പക്ഷേ ഇത് അവൾ ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. അവൾ മാത്രമല്ല നമ്മളെല്ലാവരും ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ കുറേ ആൾക്കാരുടെ കൂടെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു. എന്തായാലും എൻ്റെ ലൈഫിലെ നല്ലൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇത്. നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കാര്യത്തിന് വേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ട് നമ്മൾ കുറേ പ്രയത്നിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു ആഗ്രഹം നടത്തിയെടുക്കാൻ പറ്റും. അതിനുള്ളൊരു എക്സാമ്പിളാണ് കേട്ടോ ഞങ്ങൾ. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതുപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ടിക്ടോക്ക് ഉള്ള സമയം മുതലേ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടിക്ടോക്കിൽ നമ്മൾ ആദ്യം വീഡിയോ ഇടാൻ തുടങ്ങിയത് ചുമ്മാ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. പക്ഷേ ടിക്ടോക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും അത് ഭയങ്കര ഒരു അടി പോലെയായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരിതായിരുന്നു. എനിക്കാണെങ്കിൽ മൂവിയിലൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് മൂവിയിലൊന്നും അഭിനയിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് നമ്മുടെ കഴിവ് അങ്ങനെ തെളിയിക്കാന്നുള്ളൊരിതായിരുന്നു. പക്ഷേ ടിക്ടോക്ക് പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയായിരുന്നു. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തു. പിന്നെ ആ ഒരു ടൈമിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. പിന്നെ തിരിച്ച് കൊറോണ ടൈമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ജോലിക്ക് കയറിയപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒന്നും മാനേജ് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ജോലി കഴിഞ്ഞ് ഇതിൽ വീഡിയോ ഇടുക, എഡിറ്റ് ചെയ്യുക അതൊന്നും എന്നെക്കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. അങ്ങനെ ഞാൻ ഒരു വലിയ ഗ്യാപ്പ് തന്നെ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിന് വേണ്ടിയിട്ട് എടുത്ത്. കാരണം എനിക്ക് ആ ഒരു സമയത്ത് ജോലിയായിരുന്നു മെയിൻ. അങ്ങനെ ഞാൻ ജോലിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫീൽഡേ വിട്ട് പിന്നെ വീണ്ടും അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു തിരിച്ചുവരവാണ് കേട്ടോ ഇത്. ഈ ഒരു 1.5 വർഷം 2 വർഷം കൊണ്ട് ഈ ഇത്രയും ലെവൽ ഞാൻ നേടിയെടുത്തു. ഇത്രയും ലെവലെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കരമാണ്. കാരണം എവിടെയോ കിടന്ന ഞങ്ങൾ ഇങ്ങനെ കുറേ ക്രിയേറ്റേഴ്സിൻ്റെ കൂടെ ഒത്തുകൂടി അവിടെ നിന്നൊരു മൊമെൻറ്റോയും കിട്ടി. ഇത്രയും എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ വിജയമാണ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ ഒരു 10:30-10:45 ആയപ്പോഴത്തേക്കിനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുവാണ് കേട്ടോ. ഇനിയും റെയിൽവേ സ്റ്റേഷനിൽ പോകണം.
അന്ന് അങ്കമാലി വെച്ച് നടന്ന അവാർഡ് ഫംഗ്ഷൻ അമ്മയുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യം അമ്മയില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ഇനി നേരെ മെട്രോ പിടിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി മേളിൽ ചെന്നപ്പോഴത്തേക്കിനും മെട്രോ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഉള്ളവർ പറഞ്ഞു കുറച്ചങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ നമുക്ക് ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ. ഇപ്പോഴേ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രെയിൻ കയറുന്നില്ല, കാരണം ഞങ്ങൾക്ക് രാവിലെ കായംകുളത്ത് എത്തിയാൽ മതി. ഇപ്പോൾ കായംകുളത്ത് എന്തൊക്കെയോ പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ ചെന്ന് ഇരിക്കാനൊന്നും പറ്റത്തില്ല. രാവിലെ ബസ്സില്ലല്ലോ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ ഇരിക്കാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടേ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ കയറുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നതോടെ വരെ എല്ലാവർക്കും ബൈ ബൈ.